reveal. At the GoPro. We've got Rem Samyam to go. Hi everyone, so welcome back to my channel. നമ്മളിന്ന് അമ്പലത്തിൽ പോവുകയാണ്. So it's a temple in Oldbury, close to Birmingham. It's called Balaji Temple, and that's the only decent temple in this country. പ്രശ്നം വെച്ചാൽ ഇവിടെ എല്ലാ അമ്പലങ്ങളും ബേസിക്കലി ഒരു കെട്ടിടത്തിനകത്ത് ഇങ്ങനെ എല്ലാ ദൈവങ്ങളും നമ്മളിങ്ങനെ ഒരു ഞാൻ പറയും എനിക്ക് ഇഷ്ടമുള്ള എന്റെ ചാനൽ എന്റെ ഒപ്പീനിയൻ. കം ഓൺ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആദ്യമേ പറഞ്ഞപ്പോഴേ ക്യാൻസൽ ആവണോ? See, I don't think that എനിക്ക് അത്ര പൊളിറ്റിക്കൽ ഇൻകറക്ട്നെസ് നോക്കുന്ന വ്യൂവേഴ്സ് ഒന്നും ഇങ്ങനത്തെ ഒരു ഗുണസാമ്യം വരുമ്പോഴായിരിക്കും വ്യൂവേഴ്സ് കൂടണം. അത് കുഴപ്പമില്ല, അങ്ങനെ കൂടിക്കോട്ടെ. അത് നല്ല അടിപൊളി വ്യൂ റോഡാണ്. എനിക്കറിയില്ല, നമ്മൾ എപ്പോൾ അമ്പലത്തിൽ പോയാലും കൺട്രി സൈഡ് വഴിയേ നമ്മളെ കൊണ്ടുപോകത്തുള്ളൂ. ലൈക്ക് ഇറ്റ്സ് നെവർ ഹൈവേ വഴി പോകാറേ ഇല്ല. ഓക്കെ, UK ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ സിറ്റികളിലും അമ്പലങ്ങളുണ്ട്. ആ അമ്പലം ബേസിക്കലി ഒരു അപ്പാർട്ട്മെന്റ് പോലത്തെ ഒരു കോംപ്ലക്സിനകത്ത് ഒരു വലിയൊരു റൂമായിരിക്കും. അവിടെ എല്ലാ ദൈവങ്ങളും ഇങ്ങനെ അടുത്തടുത്തിരിക്കും. ശിവൻ, പാർവതി എല്ലാം നമുക്ക് ഒറ്റടുത്ത് നിന്ന് ഫുൾ എല്ലാവരെയും പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാമെന്നുള്ള സെറ്റപ്പാണ് ഇവിടെ. എനിക്ക് അങ്ങനത്തെ എനിക്ക് അമ്പലം ഒരു വൈബ് തോന്നത്തില്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഓരോ ദൈവത്തിനും ഓരോ കുഞ്ഞു കുഞ്ഞു മുറികളൊക്കെ ഉണ്ടാക്കി അവരെ സെപ്പറേറ്റ് ആയിട്ട് അവരുടേതായ ബബിളിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. മേ ബി ഞാനിപ്പോൾ സംസാരിക്കുന്ന അത്ര റിലീജിയസ് പേഴ്സൺ അല്ലാത്തതുകൊണ്ടായിരിക്കണം. പക്ഷെ ഇതെൻ്റെ ഒപ്പീനിയനാണ്. ഞാൻ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് വെച്ചാൽ ഐ ഫൈൻഡ് ഇറ്റ് ഇറ്റ്സ് എ പേഴ്സണൽ റിലേഷൻ എന്നുള്ളതാണ്. ഞാൻ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാവണം എന്നില്ല എൻ്റെ ദൈവത്തിൻ്റെ വിശ്വാസം. ഞാനും ആ പുള്ളിയും തമ്മിൽ ലൈക്ക് വി ക്യാൻ കോൺവേഴ്സ്, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നു, ഞാൻ പറയുമ്പോൾ അവർക്ക് അത് എടുക്കാൻ പറ്റുന്നു. അതിന് ഞങ്ങൾ തമ്മിലൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ അല്ലെങ്കിൽ എന്താണോ ബുക്കുകൾ പറയുന്നത് അത് വെച്ചിട്ട് വേണം വിശ്വസിക്കണം, അങ്ങനൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ലൈക്ക് ദൈവത്തിന് അങ്ങനെ ഓക്കെ നാമം ചൊല്ലിയാൽ മാത്രമേ ദൈവം കേൾക്കൂ എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ല. എന്നെ കൊച്ചിലെ ലൈക്ക് വെൻ ഐ വാസ് എ കിഡ്, ഒരു 2 വയസ്സ് 3 വയസ്സ് സംസാരിക്കാനൊക്കെ തുടങ്ങി കുറച്ചായപ്പോൾ തൊട്ടേ അമ്മ എന്നെ നാമങ്ങൾ പഠിപ്പിച്ചിട്ട് ലൈക്ക് ഐ യൂസ് ടു പ്രേ. ഇരുന്ന് എല്ലാ ദിവസവും സന്ധ്യ നേരം അമ്മ വിളക്കൊക്കെ കത്തിച്ച് നാമം ചൊല്ലുന്ന ഒരാളായിരുന്നു. ഒരു മിഡിൽ സ്കൂൾ വരെ അത് റെഗുലർലി എന്നും ഞാൻ നാമം ചൊല്ലുമായിരുന്നു. അത് കഴിഞ്ഞ സം പോയിന്റ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ഇൻട്രാക്ഷൻസ് അല്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ള സർക്കിൾസ് പിന്നെ നമ്മുടേതായ തന്നെ ഓവറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു ഹാബിറ്റ് വന്ന ഒരു പോയിന്റിൽ ഐ വാസ് ലൈക്ക് ഓക്കെ, എനിക്കത് ചെയ്യുന്നതിനോട് വിശ്വാസം ഇല്ല എന്ന് ഞാൻ തന്നെ ഡിക്ലെയർ ചെയ്തു. ഞാൻ നാമം ചൊല്ലല് ഒരു പരിധിക്ക് വരെ നിർത്തി. ലൈക്ക് അമ്മയ്ക്കത് ഭയങ്കര ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. കാരണം എന്നും ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം നിർത്തി. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ നിർത്തിയതല്ല. പല ചിലപ്പോൾ പഠിക്കാൻ എന്തെങ്കിലും കാണും അല്ലെങ്കിൽ മടി എന്നൊക്കെ കാരണം കൊണ്ട് വിളക്ക് കത്തിച്ച് ചെയ്യുമ്പോൾ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക. നാമം പിന്നെ ഒരു ദിവസം ചൊല്ലാം അല്ലെങ്കിൽ പിന്നെ ചൊല്ലാം എന്ന് പറഞ്ഞ് നീക്കി പിന്നെ നാമം ചൊല്ലുന്നൊരു കൾച്ചർ വീട്ടിൽ പയ്യെ കുറഞ്ഞു. അമ്മ മാത്രമായി ആ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും നല്ല വിശ്വാസികളാണ്. അവരെന്നും വിളക്ക് കത്തിക്കും. എന്തിനോ വേണ്ടി ഓടുന്ന ഈ വെള്ളക്കാർ. ഓക്കെ, നമ്മുടെ വിഷയത്തിൽ നിന്ന് വേണ്ടി തന്നെ മാറി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും ഞാനൊരു ദൈവവിശ്വാസി അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും പക്ഷെ ചില ആചാരങ്ങളോട് വലിയ വിശ്വാസമില്ല എനിക്ക്. ആചാരം ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ചില കാര്യങ്ങളൊക്കെ. ഇപ്പം എന്താ പറയണത്, വിളക്ക് കത്തിക്കുന്നത് എനിക്കിഷ്ടമാണ്. ചിലപ്പോൾ ഞാൻ എൻ്റേതായ ഒരു വീട് വെക്കുമ്പോൾ എൻ്റെ ഏതൊക്കെ ഒരു വീട്ടിലുള്ളപ്പോൾ ഞാൻ എന്തായാലും ചിലപ്പോൾ വിളക്ക് കത്തിച്ചെന്നിരിക്കും. അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഇമിറ്റേറ്റിംഗ് യുവർ പേരൻസ്. യു ഗ്രോ അപ്പ് ടു ബി ലൈക്ക് ദം. അവരെ കണ്ട് വളരുമ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളും ഒരു സെറ്റപ്പ് എത്തി അല്ലെങ്കിൽ നമ്മളൊരു വീട് ഒരു ഗൃഹസ്ഥയായി എന്നൊക്കെ തോന്നുന്നത് അതെപ്പോഴായിരിക്കും. ഗൃഹസ്ഥ വാക്കുണ്ട്. അപ്പം ഞാൻ ചെയ്യുമായിരിക്കും. കാരണം നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ റിലീജിയൻ, ഐ റെക്കഗ്നൈസ് മൈസെൽഫ് ആസ് ഹിന്ദു. ഞാൻ എല്ലാ ഹിന്ദു പ്രാക്ടീസസും ഫോളോ ചെയ്യാറില്ല. ഞാൻ ഫാസ്റ്റ് ചെയ്യാറില്ല അല്ലെങ്കിൽ ഞാൻ നാളുകൾ നോക്കി അതിനുള്ള ആചാരം അങ്ങനെയൊന്നും ഫോളോ ചെയ്യാറില്ല. ഒരു സെലിബ്രേഷൻസും അതിൻ്റെതായ ഒരു വിശ്വാസത്തിൻ്റെതായ രീതിയിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാറില്ല. ഞാൻ എൻ്റെ സെലിബ്രേഷൻ ബിറ്റിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാനൊരു ബോർഡർ ലൈൻ റിലീജിയസ് പേഴ്സൺ ആണെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ സംസാരിക്കാൻ തുടങ്ങി എന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ മനോഹരിത, എന്താ ഹരിത പുഷ്പലതി. ഇന്ന് നമ്മൾ പോകുന്ന ശ്രീ വെങ്കടേശ്വര സ്വാമി ടെമ്പിൾ അഥവാ ബാലാജി ടെമ്പിൾ ആണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഓൾബറിയിലാണ്. ഇറ്റ്സ് വെരി ക്ലോസ് ടു ബർമിംഗം.
പക്ഷേ നമ്മൾ ലണ്ടൻ സൗത്ത് സൈഡിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ കുറച്ച് കമ്മ്യൂട്ടുണ്ട്, ഒരു 2 to 3 hours കമ്മ്യൂട്ടുണ്ട്. വീക്കെൻഡ്സിലൊക്കെ 9 to 2:30, പിന്നെ ഈവനിങ്ങിൽ 4 to 9 ആണെന്ന് തോന്നുന്നു. പക്ഷെ വർക്കിംഗ് ഡേയ്സിലൊക്കെ 1 hour റെഡ്യൂസ് ആകും. പിന്നെ മെയിൻ മൂർത്തി വിഷ്ണു ആണ്. ആൻഡ് ബാക്കിയുള്ള ഡയറ്റീസിനൊക്കെ സെപ്പറേറ്റ് ഷ്രൈൻസ് ആയിട്ടൊക്കെ ഉണ്ട്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു എൻവയൺമെൻ്റ് ആണ്. ലൈക്ക് ആ മൊത്തത്തിലുള്ള ഒരു സെറ്റിങ് നമുക്ക് ദൈവത്തിനോട് കണക്ട് തോന്നുന്ന പോലത്തെ ഒരു അമ്പലം, ഒരു സമാധാനം ഉള്ള ഒരു അടിപൊളി അമ്പലമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഫുൾ റെക്കമെൻഡ് ചെയ്യും ഞാൻ പോയിട്ടുള്ള അമ്പലത്തിൽ. ഞാൻ അങ്ങനെ റെഗുലർ അമ്പലവാസിയല്ല, എന്നാൽ കൂടി എനിക്ക് ചില അമ്പലങ്ങളിൽ പോകുമ്പോൾ, വളരെ കുറച്ച് അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്കൊരു കണക്ട് തോന്നുള്ളൂ. അങ്ങനെ ഒരു കണക്ട് തോന്നിയിട്ടുള്ള ഒരു അമ്പലം തന്നെയാണിത്. പിന്നെ ഇവിടെ നമുക്ക് പൂജകളൊക്കെ നടത്തണമെങ്കിൽ ലൈക്ക് നാട്ടിലുള്ള അമ്പലങ്ങളെ പോലെ തന്നെ യു ടേക്ക് എ ടോക്കൺ. ആൻഡ് നമുക്ക് ടോക്കൺ എടുത്തിട്ട് നമുക്ക് പറയും, നമ്മുടെ പേരും നാളും പറയുമ്പോൾ അവിടുത്തെ പൂജ ചെയ്യുന്ന സ്വാമി ലൈക്ക് അവർ ചാൻറ്റ് ചെയ്യും. ആൻഡ് ദെൻ യു ഗെറ്റ് ലൈക്ക് ഒരു പൂ പ്രസാദം എടുത്തരും. പിന്നെ നമുക്ക് നേരം ലൈക്ക് പൂക്കളോ സാധനങ്ങളോ ഒക്കെ കൊണ്ടാകുമ്പോൾ നമുക്ക് ദൈവത്തിന് കൊടുക്കാം. ആൻഡ് പ്രസാദമായിട്ട് അഗൈൻ തിരുപ്പതി ലഡുവാണ്. പക്ഷേ ലൈക്ക് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് വിസിറ്റിംഗ് ദ ടെമ്പിൾ ഇതൊക്കെ കാട്ടിലും നമ്മളോട് ചിലപ്പോൾ ലൈക്ക് സാരിയും കുർത്തിയും കൊച്ചുകുട്ടികളൊക്കെ പട്ടുപാവാടയൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുന്ന കാണാം. അല്ലെങ്കിൽ അവിടുത്തെ ലൈക്ക് നമ്മുടെ കൂടുതലും സൗത്ത് ഇന്ത്യൻസ് ആണ് വരുന്നത്. അവിടെ എല്ലാം എഴുതിയിരിക്കുന്ന തെലുഗുവിലാണ്. പക്ഷേ എന്നാലും മലയാളി, തമിഴ്, തെലുഗു എല്ലാവരും കാണാൻ പറ്റും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ നമ്മുടേതായ കൾച്ചറൽ വേഷങ്ങളൊക്കെ ഇട്ടിരിക്കുമ്പോൾ നമുക്കൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് അതിനോട്. കാരണം നമ്മൾ ഒന്നാമത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്, നമ്മൾ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ്. യു ഡോണ്ട് റിയലി സീ ദാറ്റ് എവരിവെയർ അറൗണ്ട് യു. അപ്പോൾ ഒരു ഇമോഷണൽ നമുക്കൊരു കണക്ട് കാണും നമ്മുടേതായി പറയുന്ന ഒരു കൾച്ചറൽ സംഭവങ്ങളിനോട്. അപ്പോൾ ആ ഒരു സംഭവം ഓൾസോ ഇസ് ലൈക്ക് വെരി റിഫ്രഷിങ് ടു സീ. കാരണം ഇവിടെ എല്ലാവരും വരുമ്പോൾ ഒരു കൾച്ചറൽ ഫെസ്റ്റിവലോ ഒന്നും നടക്കുകയല്ല. എല്ലാവരും അവരുടേതായ ഇഷ്ടപ്രകാരം അങ്ങനെ ഒരു വേഷം ചെയ്ത് വന്നു. ദേ ആർ ഇമേഴ്സിങ് ഇൻ ദെയർ ഓൺ, എന്താ പറയണ്ടേ, അവരിൽ ഇൻറ്റേർണലൈസ് ആയിട്ടിരിക്കുന്ന ഒരു റിലീജിയസ് വാല്യൂ അല്ലെങ്കിൽ ആ ഒരു കൾച്ചറൽ കാര്യത്തിനെ അവർ കറക്റ്റ് പറയുന്നത് എംബ്രേസ് ചെയ്യാനോ കൃത്യമുള്ള വാക്ക് കിട്ടുന്നില്ല. പക്ഷെ അത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതെനിക്ക് തോന്നുന്നു എല്ലാവരും വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്ന എല്ലാവരും NRIസിനും കിട്ടുന്നൊരു സംഭവമാണ്. അതും കിട്ടും. അപ്പോൾ അതൊക്കെ ഉള്ളൂ. ഓക്കെ, നമ്മുടെ കബി ഖുഷി കബി ഗമ്മിനകത്തൊക്കെ ഉള്ള പോലത്തെ ഒരു 10-13 മിനിറ്റിലെത്തും. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. പക്ഷേ ഞാൻ അകത്ത് ചെന്നിട്ട് അധികം വ്ളോഗ് ചെയ്തില്ല. ബിക്കോസ് ഐ വോണ്ട് ടു മെയിൻറ്റെയിൻ ദ സാങ്ക്ടിറ്റി ആൻഡ് അവിടെ പോകുന്നതിൻ്റെ ഒരു പേർപ്പസ്. പിന്നെ അല്ലെങ്കിൽ അവിടെ വീഡിയോ പ്രോഹിബിറ്റഡ് ആണ് മെയിൻ ഷ്രൈനിൻ്റെ അവിടെ. പക്ഷേ ആളുകൾ എടുക്കാറുണ്ട് വീഡിയോസ്, നമ്മളെടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗോ ടു ദ അമ്പലം. പിന്നെ ഗൂഗിളിൽ കുറേ പിക്ചേഴ്സ് കിട്ടും. ആൻഡ് അവിടുന്ന് ഇവിടുന്നൊക്കെ മേ ബി ഞാൻ ഫോണിൽ എന്തെങ്കിലും എടുത്താൽ അതിൽ ആഡ് ഇതിനകത്ത്. പക്ഷെ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ളതൊന്നും ഞാൻ വ്ളോഗ് ചെയ്യുന്നില്ല. In a quarter of a mile, your destination will be on the left. അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ടോണ്ട് നിങ്ങൾക്ക് വണ്ടിയിൽ വരാം, ബസ്സിലും വരാൻ തോന്നുന്നു. ഇവിടെ അടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. പോയി നോക്കി, അവിടെ ആരൊക്കെ ഉണ്ട്. പോവാം, കമൺ ബൈ. അമ്പലത്തിൽ പോയിട്ട് ദോശ, വട, ചായ അഥവാ ഫിൽറ്റർ കോഫി കിട്ടിയില്ലെങ്കിൽ ഞാൻ വളരെ അസ്വസ്ഥയായിരിക്കും. അതുകൊണ്ട് so thank you so much for watching once again, and if you enjoyed this video, do like, and also if you're new to my channel, subscribe, and also follow me on Instagram if you want to know more about me, I guess. So bye.